ടീച്ചറാണ് അനാവശ്യമായിട്ടുള്ള പല വിവാദങ്ങൾക്കും തുടക്കം കുറിച്ചത്. പിന്നെ സ്വാഭാവികമായിട്ടും UDF സ്ഥാനാർത്ഥിക്ക് മറുപടി പറയേണ്ടി വന്നു. അദ്ദേഹത്തിനൊരു എന്താ പറയേണ്ടത്, ഒരു സമുദായത്തിൻ്റെ ആളായി ചിത്രീകരിക്കുമ്പോൾ അദ്ദേഹത്തിന് മറുപടി പറയേണ്ടി വരുമല്ലോ. പക്ഷേ ഈ വിവാദം തുടങ്ങി വെച്ചത് ടീച്ചറാണ്. അതിൽ ആ ഒരു തെറ്റിൽ നിന്ന് CPM എത്രയാണെങ്കിലും രക്ഷപ്പെടാൻ കഴിയില്ല. നമസ്കാരം. വടകരയും തൃശ്ശൂരും. വടകരയിലെ സ്ഥാനാർത്ഥിയായിരുന്നു മുരളീധരൻ. കഴിഞ്ഞ തവണ 1 ലക്ഷത്തോളം വോട്ടുകൾക്ക് ജയിച്ചിട്ടുള്ള മുരളീധരനെ അവസാന നിമിഷത്തിലാണ് UDF തൃശ്ശൂരിലേക്ക് മാറ്റുന്നത്. അതേപോലെ തൃശ്ശൂരിലുള്ള TN പ്രതാപനെ മാറ്റി മുരളീധരൻ അവിടെ സ്ഥാനാർത്ഥിയാക്കിയതും അപ്രതീക്ഷിതമായിട്ടാണ്. അത് വലിയൊരു മാറ്റമായിരുന്നു. കാരണം തൃശ്ശൂരിൽ സുരേഷ് ഗോപിക്കെതിരെ ശക്തമായ ഒരു സ്ഥാനാർത്ഥിയെ ആവശ്യമായിരുന്നു. അതോടൊപ്പം അവിടെ സുനിൽകുമാർ എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥി, CPIയുടെ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥി, അവിടെ ജനങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനായിരുന്നു സുനിൽകുമാർ. സുനിൽകുമാറിൻ്റെ ജനപ്രീതിയും സുരേഷ് ഗോപിയുടെ ഇടിച്ചു കയറിയുള്ള വരവും മറികടക്കണമെങ്കിൽ അവിടെ അതിനേക്കാൾ ശക്തനായ ഒരാൾ വരണമെന്നുള്ളതാണ് മുരളീധരനാക്കിയത്. ഇതേപോലെയാണ് ഷാഫി പറമ്പിൽ വടകരയിൽ ഇറങ്ങിയതൊരു വലിയ കൊടുങ്കാറ്റായിരുന്നു. ഇതിനെക്കുറിച്ച് ഇന്ന് മുരളീധരനോട് പത്രക്കാർ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യം, സുരേഷ് ഗോപി ജയിക്കുമെന്നാണ് പറയുന്നത്. 4 ലക്ഷം വോട്ടിന് 4 ലക്ഷം വോട്ട് കിട്ടും, അങ്ങനെ ജയിക്കുമെന്നാണ് പറയുന്നത്. എങ്ങനെയാണ് 4 ലക്ഷം കിട്ടുന്നത്? അപ്പോൾ CPIയുടെ വോട്ട് എത്രയാണ്? UDFന് 3,80,000 വോട്ട് കിട്ടും. 20,000 വോട്ടിന് ജയിക്കുമെന്ന് പറയുമ്പോൾ ബാക്കി CPIക്ക് എത്ര വോട്ട് കിട്ടും എന്നാണ് ചോദിച്ചത്. അതായത് CPM വോട്ട് മറച്ചു, അന്തർധാര നടന്നു എന്നാണ് മുരളീധരൻ പറഞ്ഞത്. അതുപോലെ വടകരയിൽ ടീച്ചർ തന്നെ ഉണ്ടാക്കിയ കോലാഹലങ്ങളാണ് എല്ലാത്തിനും അടിസ്ഥാനം. അവിടെ വലിയ ഭൂരിപക്ഷത്തിന് ഷാഫി പറമ്പിൽ ജയിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ഇന്ന് പത്രസമ്മേളനത്തിൽ പറഞ്ഞ വാക്കുകളിലേക്ക് നമുക്ക് കിടക്കാം. വടകര മണ്ഡലം താങ്കളുടെ മണ്ഡലമാണ്. അവിടെ അവിടെ ഇപ്പോൾ ഒരു ഭയങ്കരമായ വർഗീയ ധ്രുവീകരണം സംഭവിച്ചിരിക്കുന്നു. അത് LDFന്റെ ഭാഗത്തു നിന്നാണ് UDF ആരോപിക്കുന്നു. UDF ആണ് അത്തരത്തിൽ വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കിയെന്നാണ് LDF പറയുന്നത്. ഇല്ല, സാധാരണ രീതിയിൽ ഒരു ഇലക്ഷന് സാധാരണ സ്ഥാനാർത്ഥികൾ ആത്മസംയമനം പാലിക്കേണ്ടതാണ്. പക്ഷെ അത് ടീച്ചറുടെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല. ടീച്ചറാണ് അനാവശ്യമായിട്ടുള്ള പല വിവാദങ്ങൾക്കും തുടക്കം കുറിച്ചത്. പിന്നെ സ്വാഭാവികമായിട്ടും UDF സ്ഥാനാർത്ഥിക്ക് മറുപടി പറയേണ്ടി വന്നു. അദ്ദേഹത്തിനൊരു എന്താ പറയേണ്ടത്, ഒരു സമുദായത്തിൻ്റെ ആളായി ചിത്രീകരിക്കുമ്പോൾ അദ്ദേഹത്തിന് മറുപടി പറയേണ്ടി വരുമല്ലോ. പക്ഷേ ഈ വിവാദം തുടങ്ങി വെച്ചത് ടീച്ചറാണ്. അതിൽ ആ ഒരു തെറ്റിൽ നിന്ന് CPM എത്രയാണെങ്കിലും രക്ഷപ്പെടാൻ കഴിയില്ല. വടകരയിൽ അങ്ങനെ ഒരു വലിയ ധ്രുവീകരണം ഉണ്ടായോ? ഞാൻ പറയട്ടെ, വടകരയിൽ അങ്ങനെ പ്രത്യേകിച്ചൊരു ധ്രുവീകരണം അല്ലല്ലോ. UDFന് അനുകൂലമായി മൈനോറിറ്റി കഴിഞ്ഞ ഇലക്ഷനിൽ ഒരുമിച്ച് നിന്നില്ലേ. മെജോറിറ്റിയുടെ വോട്ടും കിട്ടിയിരുന്നു. ഇത്തവണ അതുണ്ടാവും. അതിൽ കൂടുതലായിട്ടൊന്നും സംഭവിച്ചിട്ടില്ല. മൈനോറിറ്റി കൺസോൾട്ടേഷനും ഉണ്ടായിട്ടുണ്ട്, മെജോറിറ്റിയുടെ വോട്ടും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ പറഞ്ഞത് 50,000-ൽ മുകളിൽ വോട്ടിനവിടെ ജയിക്കുന്ന ഞങ്ങൾ പറയാൻ കാരണം കഴിഞ്ഞ തവണത്തെ അതേ അന്തരീക്ഷ തവണയുണ്ട്. അല്ലാതെ ഒരു സമുദായവും മാറി നിന്നിട്ടില്ല. ഫോർവേഡ് കമ്മ്യൂണിറ്റിയും ബാക്ക്വേഡ് കമ്മ്യൂണിറ്റിയുടെ ഒക്കെ സഹായം കിട്ടിയിട്ടുണ്ട് വടകരയിൽ. അപ്പോൾ ഞങ്ങളുടെ അസസ്മെൻ്റ് അതാണ്. ഇപ്പോൾ അവരും LDFും സമ്മതിച്ചല്ലോ. ഏതാണ്ട് ജയിക്കുന്ന ഒഴുക്കം മട്ടിൽ പറയുന്നല്ലാതെ ചിലപ്പോൾ ജയിച്ചേക്കാം എന്ന് വരെ പറയുന്ന അന്തരീക്ഷത്തിലെത്തിയല്ലോ. കഴിഞ്ഞ തവണ അവർ അതും പറഞ്ഞിട്ടില്ല എന്ന് ഓർക്കണം. അപ്പോൾ അതിൻ്റെ അർത്ഥം നല്ല ഭൂരിപക്ഷത്തിന് ഞങ്ങൾ ജയിക്കും. മുസ്ലിം സ്ഥാനാർത്ഥിയെ വടകരയിലേക്ക് കൊണ്ടുവന്നത് ഈ ഒരു കൺസൾട്ടേഷൻ ലക്ഷ്യം വെച്ചാൽ ഒരിക്കലും ആ രീതിയിലല്ല. ഞാൻ മാറുന്ന സമയത്ത് നല്ലൊരു ചെറുപ്പക്കാരനെ ഇട്ട് ഫൈറ്റ് ചെയ്യണം എന്നുള്ള ഒരു നിർദ്ദേശം വന്നിരുന്നു. ഇന്നത്തെ സാഹചര്യത്തിൽ യൂത്ത് കോൺഗ്രസിനെ നയിച്ചൊരു വ്യക്തി എന്നുള്ള നിലയിൽ അദ്ദേഹമാണ് കുറേ കൂടെ ഷാഫിയാണ് നല്ലൊരു കാൻഡിഡേറ്റ് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഷാഫിയെ തിരഞ്ഞെടുത്തത്. അല്ലാതെ ഇവിടെ ജാതി മതവും നോക്കിയിട്ടൊന്നുമല്ല. പക്ഷേ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി പട്ടികയിൽ മൈനോറിറ്റി വേണമെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്കൊക്കെ നിർബന്ധമുണ്ടായിരുന്നു. ഇല്ല, അങ്ങനെ മുസ്ലിം ലീഗ് അക്കാര്യത്തിൽ ഒരു അഭിപ്രായവും പറഞ്ഞിട്ടില്ല. ശൈല ടീച്ചർ ഒരു കേന്ദ്ര കമ്മിറ്റി അംഗം കൂടിയാണ്. അപ്പോൾ ആ തരത്തിലൊരു ആരോഗ്യമന്ത്രിയാണ്. അങ്ങനെ ഒരു പക്വത കാണിച്ചില്ല എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ടീച്ചറുടെ ഭാഗത്തുനിന്ന് അങ്ങനത്തെ ഒരു പക്വത ടീച്ചറുടെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല. ഒരു പക്ഷേ 60,000 വോട്ടിന് അസംബ്ലിയിൽ ജയിച്ച് 1ാം സ്ഥാനത്ത് നിന്ന ഒരു ക്രെഡിറ്റ് ഈ ഇലക്ഷനിൽ പരാജയപ്പെട്ടാൽ നഷ്ടപ്പെടുമെന്ന് ടീച്ചർക്ക് ചിലപ്പോൾ തോന്നിക്കാം. അങ്ങനെ തോന്നേണ്ട ഒരു ആവശ്യമില്ല. ജനാധിപത്യത്തിൽ ജയവും തോൽവിയൊക്കെ സാധാരണയാണ്. ഈഗോ ആയിരിക്കണം ടീച്ചർ അങ്ങനെ നിലപാടിലേക്ക് പ്രേരിപ്പിച്ചത്. ടീച്ചറോടെ തോൽപ്പിക്കാൻ വേണ്ടി ഇട്ടതാണെന്നുള്ളൊരു അല്ല, അത് ഞാനുള്ള സമയത്തെ പറഞ്ഞിരുന്നു.
അതിപ്പോൾ എന്താണെന്ന് എനിക്കറിയില്ല. അതിപ്പോൾ എണ്ണി കഴിയുമ്പോഴേ ഭൂരിപക്ഷം 1 ലക്ഷത്തിലൊക്കെ മേലെ ആവുകയാണെങ്കിൽ ഒരു പക്ഷേ അത് വർക്ക് ചെയ്ത് കാണും. തൃശ്ശൂരിൽ പ്രചാരണത്തിലും വേണ്ട വിധത്തിലുള്ള ഒരു പ്രോത്സാഹനം കിട്ടിയില്ല എന്നുള്ളൊരു ആക്ഷേപം. അല്ല, അത് ഇപ്പം ഞാൻ പറഞ്ഞ ഒരു അന്തർധാരയെ കുറിച്ച് പറഞ്ഞപ്പോൾ അതിൽ കോൺഗ്രസ്സിന് സംശയമില്ലല്ലോ. ഞങ്ങൾ ജയിക്കുന്നുള്ള കാര്യത്തിൽ ഞാൻ സംശയം പ്രകടിപ്പിച്ചിട്ടില്ലല്ലോ. അന്തർധാരയുണ്ട്. ഇപ്പോൾ ഇന്നലെ തന്നെ BJPയുടെ സംസ്ഥാന കമ്മിറ്റിയുടെ ഒരു ആത്മവിശ്വാസം പ്രകടിപ്പിച്ചല്ലോ, 4 ലക്ഷം വോട്ട് കിട്ടും. എത്ര എണ്ണി നോക്കിയാലും 4 ലക്ഷത്തിൻ്റെ അടുത്തൊന്നും എത്തില്ല. അപ്പോൾ അവരുടെ ധാരണ അന്തർധാര നന്നായിട്ട് വർക്ക് ചെയ്തു വന്നു. വേറൊരു കാര്യം കൂടെ പറഞ്ഞു, 3,80,000 വോട്ടിന് UDF 2ാം സ്ഥാനത്ത് എത്തുന്നു. അപ്പോൾ 4 ലക്ഷവും 380 ആകുമ്പോൾ പിന്നെ LDFന് എത്ര കിട്ടും എല്ലാം കൂടെ? അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? അന്തർധാര പ്രവർത്തിച്ചു എന്നാണ് സുരേഷ് ഗോപിയുടെ വിശ്വാസം. അല്ല, അദ്ദേഹത്തിനെ കാലി വാരിയതല്ല, CPIനെ മൊത്തത്തിൽ ഘടകകക്ഷികളാരും പോകണ്ടാതെ ചിലപ്പോൾ CPI തീരുമാനിച്ചു കാണും. അല്ല, ഞാൻ അദ്ദേഹം 2ാം സ്ഥാനത്ത് വരണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഇവിടെ ഇപ്പോഴത്തുള്ള ആഗ്രഹം അതാണ്. ഞങ്ങൾ കണക്ക് കൂട്ടിയിട്ടുള്ളതും അദ്ദേഹത്തിന് 2ാം സ്ഥാനത്താണ്.